നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ അത് വലിയ അനുഗ്രഹമാണ്. ചില റിവായത്തുകളിൽ വന്നതുപോലെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുണ്ടെങ്കിൽ, നിങ്ങളുടെ വാപ്പയുണ്ടെങ്കിൽ, വല്ലാഹി അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള കവാടങ്ങളാണ്. വീട്ടിലേക്ക് പോയാൽ, വീട്ടിലേക്ക് ചെന്നാൽ ആ ഉമ്മയെ നിങ്ങൾ കണ്ടാൽ അവരോട് നിങ്ങൾ സലാം പറഞ്ഞ് അവരുടെ നെറ്റിയിൽ നിങ്ങൾ ചുംബനം അർപ്പിച്ച് അവരുടെ തൃപ്തി നേടിയെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കുക. അവരനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അവരെ കുറിച്ച് ഒരു കാരണവശാലും മോശപ്പെട്ട ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമുക്കിന്ന് വീട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം വിളമ്പിത്തരാൻ അവിടെ ഉമ്മയുണ്ട് എന്നുള്ളത് നമുക്കിന്ന് ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ വില മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ വീട്ടിലേക്ക് കയറി ചെന്ന് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിളിക്കുത്തരം നൽകാൻ ആ വീട്ടിൽ ഒരാളില്ല എങ്കിൽ, വേറെ ആരെവിടെ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അതിന് പകരമാവുകയില്ല. അവരുണ്ടാക്കിയ ഭക്ഷണം അത് രുചിയില്ല എന്നവരോട് പറഞ്ഞാൽ അവർക്ക് പരാതിയില്ല. എനിക്ക് ഈ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ അവർക്ക് മടിയില്ല. എന്നാൽ വീട്ടിൽ വേറെ ആരാണെങ്കിലും നമ്മുടെ ഉമ്മക്ക് പകരമാകാൻ, നമ്മുടെ വാപ്പക്ക് പകരമാകാൻ ഒരു കാരണവശാലും ഒരാൾക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരുടെ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ പൊരുത്തം നിങ്ങൾ ചോദിക്കുക. തൗഹീദിന്റെ കൂടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ ബാധ്യതയെ നിങ്ങൾ നിസ്സാരമായി